ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു വഴുതനങ്ങ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിൻ്റെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുത്തെ ഒരു 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടുത്തെ ഒരു ബൗളിലോട്ട് 3/4 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിന് പകരമായിട്ട് നമുക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലോട്ട് 3/4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ഒന്നാക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വഴുതനങ്ങ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു വഴുതനങ്ങ നമ്മൾ മസാല ഒക്കെ റെഡിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു വഴുതനങ്ങ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളറായി പോകും കേട്ടോ. അപ്പോൾ അതേ മസാല ഒക്കെ പുരട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ ഒരു വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇത് പിന്നെ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഇങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ ഫ്രൈ ചെയ്ത ഉടനെ കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടാവും. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.